നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഈ മാസാവസാനം കൂടിക്കാഴ്ച നടത്തുമെന്ന സൂചന. ചൊവ്വാഴ്ച റിയാദിൽ നടന്ന ചർച്ചകൾ വളരെ പ്രധാനപ്പെട്ട ചുവടുവയ്പ്പെന്ന് റഷ്യ. ഉക്രൈനെ കൈവിട്ട് പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഡൊണാൾഡ് ട്രംപ്. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ തക്ക കരാറിൽ റഷ്യയുമായി ഏർപ്പെടാമായിരുന്നുവെന്നും ട്രംപ്. ഉക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാനായി സൗദിയിൽ ചേർന്ന US റഷ്യ ഉദ്യോഗസ്ഥതല ചർച്ചകളിൽ ഉക്രൈനെ അവഗണിച്ചതായി റിപ്പോർട്ട്. ചർച്ച നടന്നത് തങ്ങൾക്ക് ഉണ്ടാകുന്ന സാമ്പത്തിക നിക്ഷേപ അവസരങ്ങൾ മുതലെടുക്കാൻ. മാർപ്പാപ്പയ്ക്ക് ഇരട്ട ന്യൂമോണിയ സ്ഥിരീകരിച്ചു. ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരം. ഖത്തറും ഇന്ത്യയും തമ്മിലുള്ള സൗഹൃദം പുതിയ തലത്തിലേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഖത്തർ അമീറും നടത്തിയ കൂടിക്കാഴ്ചയിൽ ഉഭയകക്ഷി വ്യാപാരം അടുത്ത 5 വർഷത്തിൽ ഇരട്ടിയാക്കാൻ തീരുമാനം. സുഡാനിൽ സൈനിക ആക്രമണത്തിൽ 200-ലധികം പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റു. മരണം ഇരട്ടിയാകാൻ സാധ്യതയുണ്ടെന്ന് സുഡാൻ സർക്കാർ. UK സർക്കാർ ആവശ്യപ്പെട്ടാൽ ഉക്രൈനിൽ സൈന്യത്തെ വിന്യസിക്കാൻ തയ്യാറാണെന്ന് ബ്രിട്ടീഷ് സൈന്യം. UK പ്രധാനമന്ത്രി സർ കെയർ സ്റ്റാർമറും ടോറി പാർട്ടി നേതാവായ കേമി ബാഡനോക്കും നടത്തിയ അഭിപ്രായങ്ങൾ തന്നെ അസ്വസ്ഥനാക്കിയെന്ന് ഇംഗ്ലണ്ടിലെ ചീഫ് ജസ്റ്റിസ് ബറോണസ് യുക്കാർ. സൈനിക അട്ടിമറിയിലൂടെ അധികാരത്തിലെത്താൻ ഗൂഢാലോചനയ്ക്ക് നേതൃത്വം നൽകി ബ്രസീലിന്റെ മുൻ പ്രസിഡന്റ് ജെയർ ബോൾസോനാരോയ്ക്കെതിരെ കേസ്. കുറ്റം തെളിഞ്ഞാൽ 28 വർഷം വരെ തടവ്. ഗസയിലെ ഇസ്രായേൽ ആക്രമണത്തെ പിന്തുണച്ചതിനെ തുടർന്ന് ലോകവ്യാപകമായി ബഹിഷ്കരണം നേരിട്ട സ്റ്റാർബക്സ്. ആഗോള ബഹിഷ്കരണങ്ങൾ കമ്പനിയുടെ സാമ്പത്തിക നിലയെ സാരമായി ബാധിച്ചെന്ന് US ബഹിരാഷ്ട്ര കുത്തക കമ്പനി. ഇന്ത്യയിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ഗ്യാനേഷ് കുമാർ ചുമതലയേറ്റു. പകുതി വില തട്ടിപ്പിൽ പ്രതികളുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ച് ED. വാർത്തകൾ വിശദമായി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഈ മാസാവസാനം കൂടിക്കാഴ്ച നടത്തിയേക്കും. നേരിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറെടുപ്പുകൾ നടത്താൻ സമയമെടുക്കുമെന്നും ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് ബുധനാഴ്ച പറഞ്ഞതായി റഷ്യൻ വാർത്താ ഏജൻസികൾ അറിയിച്ചു. ചൊവ്വാഴ്ച റിയാദിൽ നടന്ന US റഷ്യ ചർച്ചകൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചുവടുവയ്പായിരുന്നുവെന്ന് പെസ്കോവ് പറഞ്ഞു. രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം യൂറോപ്പിലെ ഏറ്റവും മാരകമായ സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള വഴികൾ തേടാനായി US റഷ്യൻ ഉദ്യോഗസ്ഥർ ആദ്യമായി കൂടിക്കാഴ്ച നടത്തിയ ചർച്ചയായിരുന്നു റിയാദിൽ നടന്നത്. ഉക്രൈനെ സംബന്ധിച്ച് വളരെ നിർണായകമായ നിലപാടാണ് USഉം റഷ്യയും ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. യുദ്ധത്തിൽ റഷ്യക്കെതിരെ ഉക്രൈനെ പിന്തുണച്ചു വന്ന US ഇപ്പോൾ ഉക്രൈനെ കൈവിട്ട അവസ്ഥയിലാണ്. രൂക്ഷ വിമർശനമാണ് ഉക്രൈനെതിരെയും പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിക്കെതിരെയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉയർത്തിയിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ തക്ക കരാറിൽ റഷ്യയുമായി ഏർപ്പെടാമായിരുന്നെന്നും അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഇത്രയധികം ഭൂമി ഉക്രൈന് നഷ്ടപ്പെടില്ലായിരുന്നുവെന്നും ട്രംപ് തുറന്നടിച്ചു. ഉക്രൈന്റെ കയ്യിൽ നിന്നും റഷ്യ പിടിച്ചെടുത്ത തർക്ക പ്രദേശങ്ങൾ ഇനി തിരികെ നൽകില്ലെന്ന സൂചനയാണ് ചൊവ്വാഴ്ച രാത്രി ഫ്ലോറിഡയിൽ ട്രംപ് നൽകിയത്. ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് USഉം റഷ്യയും തമ്മിലുള്ള ചർച്ചകളിൽ നിന്ന് തന്നെ ഒഴിവാക്കിയതായി വ്ളാഡിമിർ സെലൻസ്കി പരാതിപ്പെട്ടതിൽ താൻ നിരാശനാണെന്ന് ഡൊണാൾഡ് ട്രംപ് വിമർശിച്ചു. യുദ്ധം ഒഴിവാക്കാൻ ഉക്രൈനിൽ നിന്ന് ഒരു കരാർ ഉണ്ടാക്കാമായിരുന്നെന്നും ട്രംപ് തുറന്നടിച്ചു. ഉക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാനായി സൗദിയിൽ ചേർന്ന US റഷ്യ ഉദ്യോഗസ്ഥതല ചർച്ചകളിൽ ഉക്രൈനെ അവഗണിച്ചതായി റിപ്പോർട്ട്. ഉക്രൈനിലെ യുദ്ധം അവസാനിപ്പിച്ചതു മുതൽ തങ്ങളുടെ രാജ്യങ്ങൾക്കുണ്ടാവുന്ന സാമ്പത്തിക നിക്ഷേപ അവസരങ്ങൾ പരിശോധിക്കാനും പരമാവധി മുതലെടുക്കാനും തീരുമാനമെടുത്ത് US റഷ്യൻ സെക്രട്ടറിമാർ. സൗദി അറേബ്യയിൽ നടന്ന ചർച്ചകൾക്ക് ശേഷം മോസ്കോയോടുള്ള വാഷിംഗ്ടണിലെ സമീപനത്തിൽ കാതലായ മാറ്റമുണ്ടാകുന്നതിന്റെ സൂചനയാണിത്. ഡൊണാൾഡ് ട്രംപ് വ്ളാഡിമിർ പുടിനെ അനുകൂലിക്കുമെന്ന ഒരു സമാധാന ഒത്തുതീർപ്പിനായി ശ്രമിച്ചേക്കുമെന്ന ആശങ്കകൾ കൈവിലും യൂറോപ്പിലുടനീളം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇരുപക്ഷത്തു നിന്നുമുള്ള യോജിച്ച പ്രസ്താവനകൾ വന്നത്. യോഗത്തിൽ ഉക്രൈനിയൻ അല്ലെങ്കിൽ യൂറോപ്യൻ ഉദ്യോഗസ്ഥരാരും പങ്കെടുത്തില്ല. മാർപ്പാപ്പയുടെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരം. കൂടുതൽ പരിശോധനകൾക്കൊടുവിൽ മാർപ്പാപ്പയ്ക്ക് ഇരട്ട ന്യൂമോണിയ സ്ഥിരീകരിച്ചതായി വത്തിക്കാൻ ചൊവ്വാഴ്ച അറിയിച്ചു. 88-കാരനായ പോപ്പിനെ എക്സ്റേക്ക് വിധേയനാക്കിയപ്പോഴാണ് ഇരട്ട ന്യൂമോണിയ തിരിച്ചറിഞ്ഞത്. ബ്രോങ്കൈറ്റിസ് ഒരാഴ്ചയായി അനുഭവപ്പെട്ടിരുന്നു. തുടർന്ന് വെള്ളിയാഴ്ച മാർപ്പാപ്പയെ റോമിലെ ജെമല്ലി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഖത്തറും ഇന്ത്യയും തമ്മിലുള്ള സൗഹൃദം പുതിയ തലത്തിലേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഖത്തർ അമീറും നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദം ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചത്. ഉഭയകക്ഷി വ്യാപാരം അടുത്ത 5 വർഷത്തിൽ ഇരട്ടിയാക്കാനും ചർച്ചകളിൽ തീരുമാനമായി. 5 ധാരണാപത്രങ്ങളിലും 2 കരാറുകളിലും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. ഇരട്ട നികുതി ഒഴിവാക്കാനുള്ള കരാറിലും ഇന്ത്യയും ഖത്തറും ഒപ്പുവച്ചു. ഇന്ത്യയും ഖത്തറും തമ്മിൽ പ്രതിവർഷം $14 ബില്യൺ വ്യാപാരമാണ് നടക്കുന്നത്. എന്നാൽ അടുത്ത 5 വർഷത്തിനുള്ളിൽ ഇത് ഇരട്ടിയാക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ തീരുമാനമായി. $28 ബില്യൺ വ്യാപാരമാണ് ലക്ഷ്യം വെക്കുന്നത്, വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഊർജ്ജ മേഖലയിലെ ബന്ധം വിശാലമാക്കാനുള്ള ചർച്ചകൾ നടന്നതായും മന്ത്രാലയം അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഖത്തർ അമീർ ഷെയ്ഖ്
ഹമീം ബിൻ ഹമദ് അൽത്താനിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിലാണ് ഇരു രാജ്യങ്ങളും കരാറുകളിൽ ഒപ്പിട്ടത്. സുഡാനിൽ കാർത്തുമിനു തെക്ക് സൈനിക ആക്രമണത്തിൽ 200-ലധികം പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. നിരവധി പേർക്ക് പരിക്കേറ്റു. മരണം ഇരട്ടിയാകാൻ സാധ്യതയുണ്ടെന്ന് സുഡാൻ സർക്കാർ അറിയിച്ചു. സുരക്ഷാ സേനകൾ തമ്മിലുള്ള പോരാട്ടത്തിനിടെ വൈറ്റ് നദിക്ക് കുറുകെ ഓടിപ്പോകാൻ ശ്രമിക്കുന്നതിനിടെ സൈനികർ ഗ്രാമീണർക്കു നേരെ വെടിയുതിർക്കുകയായിരുന്നു. അർദ്ധസൈനിക റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് നടത്തിയ ആക്രമണത്തിൽ കുട്ടികൾ ഉൾപ്പെടെ 433 പേർ കൊല്ലപ്പെട്ടതായി സൈനിക പിന്തുണയുള്ള സർക്കാരിന്റെ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. UK സർക്കാർ ആവശ്യപ്പെട്ടാൽ ഉക്രൈനിയൻ സൈന്യത്തെ വിന്യസിക്കാൻ തയ്യാറാണെന്ന് അറിയിച്ച് ബ്രിട്ടീഷ് സൈന്യം. ഈ ആഴ്ച സൈന്യത്തിന്റെ ഫസ്റ്റ് ഡിവിഷനിൽ നിന്നുള്ള 150,000 UK സൈനികർ ഉക്രൈൻ അതിർത്തിയിൽ നിന്നും വെറും 16 മൈൽ അകലെ റൊമാനിയയിൽ എത്തുകയും നാറ്റോയിൽ അഭ്യാസത്തിൽ പങ്കെടുക്കുകയും ചെയ്യും. ഉക്രൈനിലേക്ക് സേന വിന്യസിക്കാൻ ഉത്തരവ് ലഭിച്ചാൽ പൂർണ്ണമായും നൽകാൻ തയ്യാറാണെന്ന് ബ്രിഗേഡിയർ ആൻഡി വാട്സൺ ചൊവ്വാഴ്ച അറിയിച്ചു. UK പ്രധാനമന്ത്രി സർ കെയർ സ്റ്റാർമറും ടോറി പാർട്ടി നേതാവായ കെമി ബാർഡനോക്കും നടത്തിയ അഭിപ്രായങ്ങൾ തന്നെ വളരെയധികം അസ്വസ്ഥനാക്കിയെന്ന് ഇംഗ്ലണ്ടിലെ ചീഫ് ജസ്റ്റിസ് ബറോണസ് യൂക്കാർ പറഞ്ഞു. ഉക്രൈനയ്ക്കായി രൂപകൽപ്പന ചെയ്ത ഒരു പദ്ധതിയിലൂടെ ഒരു പലസ്തീൻ കുടുംബത്തിന് UKയിൽ താമസിക്കാനുള്ള അവകാശം നൽകാൻ ബാർഡനോക്ക് പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രി ഇത് സമ്മതിക്കുകയും കുടിയേറ്റ നിയമങ്ങൾ നിർമ്മിക്കുന്നത് പാർലമെന്റ് ആയിരിക്കണമെന്ന് പറയുകയും ചെയ്തു. ഈ പരാമർശങ്ങൾ അസ്വീകാര്യമാണെന്ന് ചീഫ് ജസ്റ്റിസ് ബറോണസ് യൂക്കാർ പറഞ്ഞു. നിയമവാഴ്ച ഉയർത്തിപ്പിടിക്കേണ്ടതും ജഡ്ജിമാരുടെ സ്വതന്ത്ര പങ്കിനെ ബഹുമാനിക്കേണ്ടതുമായ രാഷ്ട്രീയക്കാരുടെ കടമയ്ക്ക് വിരുദ്ധമാണ് ഈ പരാമർശങ്ങളെന്നും ബറോണസ് യൂക്കാർ പറഞ്ഞു. കഴിഞ്ഞ വർഷം യൂറോപ്പിൽ ഹീറ്റ് പമ്പ് വിൽപ്പന 23% കുറഞ്ഞുവെന്ന് വ്യവസായ റിപ്പോർട്ട്. ഇത് ഉക്രൈനിലെ യുദ്ധത്തിന് മുമ്പുള്ള നിലയിലേക്ക് തിരിച്ചെത്തുകയും ഗ്യാസ് ബേണിംഗ് ബോയിലറുകളിൽ നിന്നുള്ള മാറ്റം മന്ദഗതിയിലാക്കുകയും ചെയ്തു. യൂറോപ്യൻ ഹീറ്റ് പമ്പ് വിപണിയുടെ 85% ഉൾക്കൊള്ളുന്ന 13 രാജ്യങ്ങളിലെ ഡാറ്റ പ്രകാരം ബെൽജിയത്തിലും ജർമ്മനിയിലും ശുദ്ധമായ ഹീറ്റിംഗ് ഉപകരണങ്ങളുടെ ആവശ്യം പകുതിയോളം കുറഞ്ഞു. എന്നാൽ ഫ്രാൻസിൽ ഇത് 39% മാത്രമാണ് കുറഞ്ഞത്. US സ്കൂളുകൾക്കും സർവകലാശാലകൾക്കും വൈവിധ്യ സംരംഭങ്ങൾ ഇല്ലാതാക്കാനും ഫണ്ട് നഷ്ടപ്പെടാതിരിക്കാനുമുള്ള വഴികൾ തേടാനും 2 ആഴ്ച സമയം നൽകി ട്രംപ് ഭരണകൂടം. പ്രവേശനം, സാമ്പത്തിക സഹായം, നിയമം, മറ്റു മേഖലകളിൽ വംശീയ മുൻഗണനകൾ എന്നിവ അവസാനിപ്പിക്കാൻ വെള്ളിയാഴ്ച വിദ്യാഭ്യാസ വകുപ്പ് അന്ത്യശാസനം നൽകിയിരുന്നു. തുടർന്ന് വംശം കാരണം വ്യത്യസ്തമായി പരിഗണിക്കുന്ന ഏതൊരു രീതിയും അവസാനിപ്പിക്കാൻ സ്കൂളുകൾക്ക് 14 ദിവസത്തെ സമയം നൽകി. സൈനിക അട്ടിമറിയിലൂടെ അധികാരത്തിൽ തീവ്ര വലതുപക്ഷ ഗൂഢാലോചനയ്ക്ക് നേതൃത്വം നൽകിയെന്ന പേരിൽ ബ്രസീലിന്റെ മുൻ പ്രസിഡന്റ് ജെയർ ബോൾസോനാരോയ്ക്കെതിരെ കേസെടുത്തു. തെക്കേ അമേരിക്കൻ രാജ്യത്തെ അറ്റോർണി ജനറൽ പൗലോ കോണറ്റ് ചൊവ്വാഴ്ച രാത്രി ബോൾസോനാരോയ്ക്കെതിരെയും പ്രധാന സഖ്യകക്ഷികൾക്കെതിരെയും കുറ്റം ചുമത്തിയിരുന്നു. കുറ്റം തെളിഞ്ഞാൽ 28 വർഷം വരെയാണ് തടവ്. ബോൾസോനാരോ അട്ടിമറി ശ്രമത്തിൽ പങ്കാളിയായതും സായുധ ക്രിമിനൽ സംഘടനയും നിയമവാഴ്ചയുടെ അക്രമാസക്തമായി നിർത്തലാക്കലും ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങളിൽ പ്രതിയാണ്. ഇന്ത്യയിലെ വോട്ടെടുപ്പിൽ ജനകീയ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള സഹായം നിർത്തലാക്കിയ തീരുമാനത്തെ ന്യായീകരിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. US നൽകി വരുന്ന $21 ദശലക്ഷം സഹായം നിർത്തലാക്കാൻ ദിവസങ്ങൾക്ക് മുൻപ് ഡോജ് തീരുമാനിച്ചിരുന്നു. ഇലോൺ മസ്ക് നേതൃത്വം നൽകുന്ന ഡോജിന്റെ ഈ തീരുമാനത്തെയാണ് ട്രംപ് ശരിവച്ചത്. US നികുതിദായകരുടെ പണം ഇത്തരത്തിൽ ചെലവഴിക്കുന്നത് എന്തിനെന്ന് ട്രംപിന്റെ ചോദ്യം. ഗസയിലെ ഇസ്രായേൽ ആക്രമണത്തെ പിന്തുണച്ചതിനെ തുടർന്ന് ലോകവ്യാപകമായി ബഹിഷ്കരണം നേരിട്ടതോടെ വൻതോതിൽ തിരിച്ചടി ഉണ്ടായതായി സമ്മതിച്ച് US ബഹുരാഷ്ട്ര കുത്തക കമ്പനിയായ സ്റ്റാർബക്സ്. ആഗോള ബഹിഷ്കരണങ്ങൾ കമ്പനിയുടെ സാമ്പത്തിക നിലയെ സാരമായി ബാധിച്ചിട്ടുണ്ടെന്ന് സ്റ്റാർബക്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ബ്രയാൻ നിക്കോൾ സമ്മതിച്ചു. ബ്ലൂംബെർഗിന് നൽകിയ അഭിമുഖത്തിൽ നിലവിലെ സ്ഥിതിഗതികൾ നിർഭാഗ്യകരം എന്ന് വിശേഷിപ്പിച്ച ബ്രയാൻ നിക്കോൾ ബഹിഷ്കരണം സ്റ്റാർബക്സിന് വിപണി വിഹിതം നഷ്ടപ്പെടാൻ കാരണമായെന്നും പറഞ്ഞു. ഇനി നാഷണൽ ഹൈലൈറ്റ്സ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ജ്ഞാനേഷ് കുമാർ ചുമതലയേറ്റു. സ്ഥാനമൊഴിഞ്ഞ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറിന്റെ പകരക്കാരനായാണ് ജ്ഞാനേഷ് കുമാർ ചുമതലയേറ്റത്. 18 വയസ്സ് പൂർത്തിയായ എല്ലാവരും തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളുടെ ഭാഗമാകണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി സ്ഥാനമേറ്റ ജ്ഞാനേഷ് കുമാർ പ്രതികരിച്ചു. ഭരണഘടന, തിരഞ്ഞെടുപ്പ് നിയമങ്ങൾ, ചട്ടങ്ങൾ, നിർദ്ദേശങ്ങൾ എന്നിവയ്ക്ക് അനുസൃതമായി കമ്മീഷണർ അന്നും എന്നും വോട്ടർമാർക്കൊപ്പമുണ്ടെന്നും ജ്ഞാനേഷ് കുമാർ പ്രതികരിച്ചു. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിക്കെതിരെ ഗംഭീര വിജയം നേടിയ BJP അടുത്ത മുഖ്യമന്ത്രിയെ കണ്ടെത്താനാകാതെ പ്രതിസന്ധിയിൽ. സത്യപ്രതിജ്ഞയ്ക്കുള്ള സമയം പ്രഖ്യാപിച്ചിട്ടും പാർട്ടിക്ക് ഇതുവരെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാനായില്ല. നാളെ രാവിലെ 11 മണിക്ക് ഡൽഹി രാംലീല മൈതാനത്താണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ. 15 സാമാജികരുടെ പട്ടികയിൽ നിന്നും ഒരാൾ മുഖ്യമന്ത്രിയാകുമെന്നാണ് സൂചന. 1 ലക്ഷം പേരെ ഉൾക്കൊള്ളാനാകുന്ന സജ്ജീകരണങ്ങളാണ് ഡൽഹി രാംലീല മൈതാനത്ത് തയ്യാറാക്കുന്നത്. ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുമ്പോഴും BJPക്ക് ഇതുവരെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ സാധിച്ചിട്ടില്ല. ഇന്ന് ചേർന്ന നിയമസഭാ കക്ഷി യോഗത്തിൽ പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് BJP പ്രവർത്തകരുടെ പ്രതീക്ഷ. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.
വാർത്തകൾ തുടരുന്നു. കേരള ഹൈലൈറ്റ്സ്. പകുതി വില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ED പ്രതികളുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. പ്രതികളുടെ വീട്ടിലും ഓഫീസുകളിലുമായി നടത്തിയ റെയ്ഡിനെ തുടർന്നാണ് ഈ നടപടി. ലാലി വിൻസെന്റിന്റെ ബാങ്ക് അക്കൗണ്ടിലെ 1.15 ലക്ഷം മരവിപ്പിച്ചു. പറവൂർ ജനസേവ സമിതി ട്രസ്റ്റിലെ പേരിലെ 1.68 കോടി മരവിപ്പിച്ചു. അനന്തകൃഷ്ണന്റെ പേരിലുള്ള 2.35 കോടിയും മരവിപ്പിച്ചു. അനന്തകുമാറിന്റെ വീട്ടിൽ നിന്ന് ഡിജിറ്റൽ ഉപകരണങ്ങളും പിടിച്ചെടുത്തു. കോൺഗ്രസ് നേതാവായ ലാലി വിൻസെന്റിന്റെ വീട്ടിൽ അടക്കം 12 ഇടത്താണ് ED റെയ്ഡ് നടത്തിയത്. പാതിവില തട്ടിപ്പ് കേസിലെ പ്രധാന സൂത്രധാരനെന്ന് സംശയിക്കുന്ന ആനന്ദകുമാറിന്റെ വീട്ടിലും ആനന്ദകുമാറിന്റെ ഭാരവാഹിത്വത്തിലുള്ള തോന്നയ്ക്കൽ സായി ഗ്രാമത്തിലും റെയ്ഡ് നടന്നു. മലപ്പുറം അരീക്കോട് സെവൻസ് ഫുട്ബോളിനിടെ പടക്കം കാണികൾക്കിടയിൽ വീണു പൊട്ടി. നിരവധി പേർക്ക് പരിക്കേറ്റു. മലപ്പുറം അരീക്കോട് ഞെരട്ടമ്മൽ മൈതാനത്ത് നടക്കുന്ന സെവൻസ് ഫുട്ബോൾ ഫൈനൽ മത്സരത്തിന്റെ മുന്നോടിയായാണ് കരിമരുന്ന് പ്രയോഗം നടത്തിയത്. ഗ്രൗണ്ടിന്റെ മധ്യത്തിൽ വെച്ച് കരിമരുന്നുകൾ കത്തിച്ചപ്പോൾ ഗാലറിയിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. 5ഓളം കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്കാണ് പരിക്കേറ്റത്. ഇവരെ ആംബുലൻസിൽ സമീപത്തുള്ള 2 ആശുപത്രികളിലേക്ക് മാറ്റി. ചോദ്യപേപ്പറിൽ മതനിന്ദ നടത്തി എന്നാരോപിച്ച് തൊടുപുഴ ന്യൂമാൻ കോളേജ് അധ്യാപകൻ പ്രൊഫസർ DJ ജോസഫിന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയ കേസിൽ പുതിയ കുറ്റപത്രം സമർപ്പിച്ച് NIA. കൈവെട്ട് കേസിലെ 1-ാം പ്രതി സവാദിന്റെ ഒളിവിൽ കഴിയാൻ സഹായിച്ചതിന് കഴിഞ്ഞ ആഗസ്റ്റിൽ പിടിയിലായ PFI പ്രവർത്തകൻ കണ്ണൂർ വിളക്കോട് സ്വദേശി C ഷഫീറിനെതിരെയാണ് NIA-യുടെ കുറ്റപത്രം. കഴിഞ്ഞ ദിവസമാണ് ഷഫീർ പിടിയിലായത്. ഷഫീറിന്റെ സഹായത്തോടെയാണ് സവാദ് 13 വർഷം ഒളിവിൽ കഴിഞ്ഞതെന്നാണ് NIA-യുടെ കണ്ടെത്തൽ. ഷരീഫ് വ്യാജ മേൽവിലാസത്തിൽ സവാദിന് ജോലി നൽകിയെന്നും കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നു. ഷഫീറിനെതിരെ UAPA അടക്കമുള്ള വകുപ്പുകളാണ് ചുമത്തിയത്. അധ്യാപകന്റെ കൈവെട്ടിയ കേസിൽ 19 PFI പ്രവർത്തകരെ കൂടി കോടതി ശിക്ഷിച്ചിരുന്നു. തിരുവനന്തപുരത്ത് നടക്കാനിരിക്കുന്ന സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലിലേക്ക് ശശി തരൂരിനെ ക്ഷണിച്ച് DYFI. മാർച്ച് 1-2 തീയതികളിൽ തിരുവനന്തപുരത്താണ് പരിപാടി. അതേസമയം പരിപാടിക്ക് തരൂർ ആശംസ നേർന്ന തരൂർ സൂറത്തിൽ പരിപാടി ഉള്ളതുകൊണ്ട് പങ്കെടുക്കാൻ ആകില്ലെന്ന് വ്യക്തമാക്കി. എന്നാൽ ലേഖനം പുറത്തു വരുന്നതിന് മുൻപ് തന്നെ പരിപാടി നിശ്ചയിച്ചതാണെന്നും തിരുവനന്തപുരം MP എന്ന നിലയിൽ അദ്ദേഹത്തെ ക്ഷണിച്ചതാണെന്നും DYFI നേതൃത്വം നൽകി. ഇനി പൗണ്ട് റേറ്റ്. UK പൗണ്ട് ഇന്നത്തെ മൂല്യം: ഒരു പൗണ്ട് 109.65 ഇന്ത്യൻ രൂപ, ഒരു US ഡോളർ 86.92 രൂപ, ഒരു യൂറോ 90.84 രൂപ, ഒരു പൗണ്ട് 1.26 US ഡോളർ. ഇനി സ്പോർട്സ്. ഏകദിന ക്രിക്കറ്റിൽ പുതിയ ചരിത്രം കുറിച്ച USA. 50 ഓവർ മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത് ഏറ്റവും കുറഞ്ഞ റൺസ് നേടി എതിർ ടീമിനെ പ്രതിരോധിച്ച റെക്കോർഡ് ഇനി അമേരിക്കൻ ക്രിക്കറ്റ് ടീമിന്. ക്രിക്കറ്റ് വേൾഡ് കപ്പ് ലീഗ് 2 മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത USA 122 റൺസ് നേടി പുറത്തായെങ്കിലും പിന്നീട് ഒമാനെ 65 റൺസിന് പുറത്താക്കി 57 റൺസിന്റെ ജയം സ്വന്തമാക്കി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഈ മാസാവസാനം കൂടിക്കാഴ്ച നടത്തുമെന്ന സൂചന. ചൊവ്വാഴ്ച റിയാദിൽ നടന്ന ചർച്ചകൾ വളരെ പ്രധാനപ്പെട്ട ചുവടുവയ്പ്പെന്ന് റഷ്യ. ഉക്രൈനെ കൈവിട്ട് പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഡൊണാൾഡ് ട്രംപ്. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ തക്ക കരാറിൽ റഷ്യയുമായി ഏർപ്പെടാമായിരുന്നുവെന്നും ട്രംപ്. ഉക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാനായി സൗദിയിൽ ചേർന്ന US റഷ്യ ഉദ്യോഗസ്ഥ തല ചർച്ചകളിൽ ഉക്രൈനെ അവഗണിച്ചതായി റിപ്പോർട്ട്. ചർച്ച നടന്നത് തങ്ങൾക്ക് ഉണ്ടാകുന്ന സാമ്പത്തിക നിക്ഷേപ അവസരങ്ങൾ മുതലെടുക്കാൻ. മാർപ്പാപ്പയ്ക്ക് ഇരട്ട ന്യൂമോണിയ സ്ഥിരീകരിച്ചു. ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരം. ഖത്തറും ഇന്ത്യയും തമ്മിലുള്ള സൗഹൃദം പുതിയ തലത്തിലേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഖത്തർ അമീറും നടത്തിയ കൂടിക്കാഴ്ചയിൽ ഉഭയകക്ഷി വ്യാപാരം അടുത്ത 5 വർഷത്തിൽ ഇരട്ടിയാക്കാൻ തീരുമാനം. സുഡാനിൽ സൈനിക ആക്രമണത്തിൽ 200-ലധികം പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റു. മരണം ഇരട്ടിയാകാൻ സാധ്യതയുണ്ടെന്ന് സുഡാൻ സർക്കാർ. UK സർക്കാർ ആവശ്യപ്പെട്ടാൽ ഉക്രൈനിൽ സൈന്യത്തെ വിന്യസിക്കാൻ തയ്യാറാണെന്ന് ബ്രിട്ടീഷ് സൈന്യം. UK പ്രധാനമന്ത്രി സർ കെയർ സ്റ്റാർമറും ടോറി പാർട്ടി നേതാവായ കെമി ബാഡനോക്കും നടത്തിയ അഭിപ്രായങ്ങൾ തന്നെ അസ്വസ്ഥനാക്കിയെന്ന് ഇംഗ്ലണ്ടിലെ ചീഫ് ജസ്റ്റിസ് ബറോണസ് യുക്കാർ. സൈനിക അട്ടിമറിയിലൂടെ അധികാരത്തിലെത്താൻ ഗൂഢാലോചനയ്ക്ക് നേതൃത്വം നൽകി ബ്രസീലിന്റെ മുൻ പ്രസിഡന്റ് ജെയർ ബോൾസോനാരോയ്ക്കെതിരെ കേസ്. കുറ്റം തെളിഞ്ഞാൽ 28 വർഷം വരെ തടവ്. ഗസയിലെ ഇസ്രായേൽ ആക്രമണത്തെ പിന്തുണച്ചതിനെ തുടർന്ന് ലോകവ്യാപകമായി ബഹിഷ്കരണം നേരിട്ട സ്റ്റാർബക്സ്. ആഗോള ബഹിഷ്കരണങ്ങൾ കമ്പനിയുടെ സാമ്പത്തിക നിലയെ സാരമായി ബാധിച്ചെന്ന് US ബഹിരാഷ്ട്ര കുത്തക കമ്പനി. ഇന്ത്യയിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ജ്ഞാനേഷ് കുമാർ ചുമതലയേറ്റു. പകുതി വില തട്ടിപ്പിൽ പ്രതികളുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ച് ED. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ?
യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 020-858-66511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.